everybody, this is Shweta. My name is Inder and welcome to our Channel. It's time for next scene from movie Athiradi. Let's watch it. നീ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കണോ? കാര്യമുണ്ട് ചേട്ടാ, ഞാൻ വീഡിയോ കൊടുത്തോളാം ചേട്ടാ. Hidden gem. ഗൈസ്, കൂട്ടുകാർക്ക് അങ്ങനെ പോലീസ് ഒന്നും ചെയ്യില്ല. അമ്മയുടെ ഹോൾഡ് ഇപ്പൊ കണ്ടോ? ബ്ലഡി ഫ്രീക്സ്. अरे रे, that is bad. മോനെ ഒന്ന് ഉപദേശിച്ചേ. നോ മോൾസ് വാട്ട്? But should be on fire. സജി സർ, ഇവരുടെയൊക്കെ കാരണവന്മാരെ വിളിപ്പിക്കും. എന്നിട്ട് എഫ്ഐആർ അണ്ണാ, പരിപാടി മൊത്തത്തിലെ കയ്യിൽ പേരിക്കാനായിട്ടാണ്. ആ ചെറുക്കനെ വിളിക്കുമ്പോൾ തമിഴിലെ തെലുങ്കിലെ എന്തൊക്കെയാണ് പറയണത്. എനിക്കാണെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് ഇട്ടിരുന്നു. അണ്ണ ഒന്ന് കേട്ടു നോക്ക്. ഇതിന്റെ ഹിന്ദി കൂടി ഉണ്ടിട്ടാണ് അണ്ണാ. ബാക്കി കമ്മിറ്റിക്കാർ പറയണത് അങ്ങനെയാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്നാണ്. മൊത്തത്തിൽ അങ്ങനെയാണ് ഒരു സംസാരം. ഓണ അണ്ണന്റെ പഴയ ഗ്യാങ് വാറിന്റെ ബാക്കിയാണെന്നൊക്കെ അവന്മാര് പുറത്ത് സംസാരിച്ചോണ്ട് Gang was old. സാറ് പണ്ട് SN കോളേജിൽ കാണിച്ച ഹീറോയിസ് ഒക്കെ വെച്ച് നോക്കുമ്പോ അതൊക്കെ എങ്ങനെ നിനക്കറിയാം? അത് കൊടുത്ത കോളേജിലെ എല്ലാ പിള്ളേർക്കും അറിയാം. സാറ് കൊടുത്ത സ്ഥലസയൊക്കെ അല്ലേ Smart. ഇതൊക്കെ എല്ലാ പിള്ളേർക്കും അറിയാം അല്ലേ? പിന്നെ അർദ്ധരാത്രി കൊണ്ട് കഴിപ്പിച്ച് നീയൊക്കെ തല്ലിയവന്മാർക്ക് കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്തോണ്ട് തൽക്കാലം പൊക്കോ. ഇനി എന്തെങ്കിലും ഉണ്ടാ എങ്ങനെ ആയിരിക്കത്തില്ല എന്റെ സ്വഭാവം. പൊക്കോ. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഇതൊക്കെ ഇങ്ങനെ എന്നെ അടക്കോളൂ. വേറെ താമയം മെനക്കെടുത്തിക്കാൻ കെട്ടിയെടുക്കുകയും ചെയ്തു. എത്ര നന്നായെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവനവൻ ചെയ്യണ പാവങ്ങള് തലേരെ മണ്ടേ കിടന്ന് അവസാനം ഏവന്റെങ്കിലും പിച്ചാത്തി പിടിയിലങ്ങ് തീരും. മര്യാദ ഇപ്പോഴും അലകാതെ നിക്കണത് ഇപ്പൊ കണ്ടാ. നീ ഇപ്പോഴും പണ്ടവൻ കുറെ കൈ നോക്കി, ഇപ്പൊ ആവശ്യത്തിന്റെ നേരത്ത് വരുമ്പോ അരങ്ങി പോയി. ഒരു പ്രശ്നമുണ്ട്, ഇടിച്ചതേ. അതുകൊണ്ടാണല്ലോ നീ ഈ കട കിടക്കണം. എന്നെ കൊണ്ട് കൂടുതലൊന്ന് പറയിപ്പിക്കല്ലേ. കുട്ടനെയാണോ നീയൊക്കെ ഇടിച്ചത്? തോട്ടക്കൂട്ടിട്ട് ഉണ്ടാക്കിയിട്ടാണോ നീയൊക്കെ ഇവിടെ നിൽക്കുന്നത്? തോണ്ടിപ്പിച്ച് കളിക്കുന്ന ആളാണോ അവൻ? കമിലനാണോ അവൻ? ഇവിടെ എന്റെ കത്തി കണ്ടിരുന്നോ? അയാളൊരു ഭാഗവതർ എന്തോ അല്ലേ? സ്കെച്ച് ഇട്ട് വന്ന 30 അംഗത്തിന്റെ ജീപ്പ് ഓടിച്ച് തക്കല പാറ കയറ്റി തോട്ട എറിഞ്ഞു പോന്നിട്ടുണ്ട് നീ പറഞ്ഞ ഭാഗവതര്. പാർക്കിംഗ് ഭരിക്കുന്ന അപ്പളാജി അറിയോ നിനക്കൊക്കെ? പത്രത്തിലൊക്കെ ഇടയ്ക്ക് ഫോട്ടോ വരുന്ന ഗുണ്ടാലിസ്റ്റിലുള്ള അങ്കിൾ. ആ അങ്കിളിന്റെ ഇടത്തെ നെഞ്ചിലെ ചത ലോഡിംഗ് ഹുക്ക് കൊണ്ട് കുത്തി എടുത്തിട്ടുണ്ട് കുട്ടൻ. ചന്ത ദിവസം തോട്ട എറിഞ്ഞ 7 കേസും വേറെ. തോട്ട എറിഞ്ഞ് നടന്നുകൊണ്ടിരുന്നപ്പോ നരല്ലേ വേലാതിനെ പോലെ ചരടും കെട്ടി കുടുംബം കുട്ടി അവനെല്ലാം ചരടും മുറിച്ച. ये तो लफड़ा हो गया। वो तो कैसा खुश हो रहा है।
എടാ ആ കുട്ടൻ അയാൾ റിട്ടയർഡ് കുട്ടിയല്ല, അയാൾ വിചാരിച്ചൊന്നും നടക്കാൻ പോകില്ല. ओ तेरी यार ചേട്ടാ ട്രഷറിനാണ് നാളെ കൊണ്ട് കത്തി വെച്ചോ ചേട്ടാ. ആൻസർ മാച്ച് ഫോർ ഇൻഡിക്ക ക്ലൂ. എടാ അവരല്ല. ചേട്ടാ സമയമല്ല. ക്ലൂ ക്ലൂ ആ ये गया अरे रे एक गया डैम shit अरे बाबा the stage is set. Show time. my I'm loving that. അളയെ കുറച്ച് സീനായിരുന്നു. ലവ്ലി മാഡം ആദ്യം എടുക്കുന്നുണ്ടായിരുന്നില്ല. ക്യാമ്പസിൽ കയറി ആരുണ്ടാക്കിയാലും ആ കുട്ടനെ ഗ്യാങ്ങിനെതിരെ കംപ്ലൈന്റ് നമ്മുടെ മാനേജ്മെന്റ് നൽകി. ഇപ്പൊ തന്നെ വിനീത് ശ്രീനിവാസിന്റെ പരിപാടിക്ക് ടിക്കറ്റ് സോൾഡ് ഔട്ട് ഒറ്റ കാരണം കൊണ്ടാണ് അവർ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു ശബ്ദം വാങ്ങിയാൽ ഡെഫിനറ്റ്ലി ഫസ്റ്റ് കോൾ ഓഫ്. പിന്നെ പൈസ കുട്ടനെ ഞാൻ എല്ലായിടത്തും കയറി പറഞ്ഞേക്കണം, നമുക്ക് പിരിവോടൊക്കെ ഉണ്ടാവാം. മനസ്സാകുട്ടി എന്തോ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ നോക്കിയോളാം ചേട്ടാ. ബാക്ക് ഗേറ്റിലും വോളണ്ടിയേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എങ്ങനെ അളയെ ക്യാമ്പസിൽ മാത്രമല്ല എഫ് ലാബിന്റെ അവിടെയും പാർക്കിങ്ങിന്റെ അവിടെ ആളാക്കാം. എല്ലായിടത്തും ഒരു കണ്ണു വേണം. അതുകൊണ്ട് വേറെ കള്ളുകൂടി പരിപാടിക്കുന്ന ആരും നിൽക്കാൻ നിൽക്കണ്ട. വിചാരിക്കുന്ന അത്ര ഈസി അല്ല. അങ്ങനെ ശരിക്കും യോജിച്ചിട്ടാണ് okay ഞാൻ പരിപാടി സെറ്റ് ചെയ്യുന്നത്. Okay. എന്ത് പരിപാടി? മുട്ടത്തറ കുറച്ച് ടീംസിനെ ആക്കിയിട്ടുണ്ട്. oh കട്ടപ്പസൂരി രണ്ടും കുട്ടനടവത്തെ ചേകോമാർ എനിക്ക് ഈ ക്രൈസിസ് വിനീത് ശ്രീനിവാസനാണ് ഒരാളും കൊണ്ടാണ്. പുള്ളിയാണ് മോശം. വളരെ മോശം. okay ഇത് മിക്സ് അല്ലേ വേണ്ടി വരും. okay കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്തു. നാളെ ചേട്ടന്മാരുടെ കാര്യമേ ഒന്നും ഫൈനലായിട്ടില്ല. ഞാൻ സാധനം പറഞ്ഞിട്ടുണ്ട്. ഹലോ ആ അതെ ആര്? ഞാൻ മരന്റെ ഫാദറാണ്. വിളിച്ചത് ആ ആ ആ എവിടെയാ? ഞാൻ തൂത്തുക്കുടിയാണ്. ഇവിടെ ജോലി ഇപ്പൊ. ആ അല്ല വേറൊന്നുമില്ല.
കോളേജിൽ നിന്ന് വിളിച്ചിരുന്നു. അവിടെ പ്രാവശ്യം ഫസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പം മരൻ്റെ അന്നത്തെ മാഗസിൻ അത് പ്രകാശനം ചെയ്യുന്നുണ്ടെന്ന് പിള്ളേരെ വിളിച്ചു പറഞ്ഞു. അതിനെനിക്ക് ജോസഫൂടെ വന്നാൽ കൊള്ളാമുണ്ട്. വന്നാൽ കൊള്ളാമെന്നല്ല, जोसेफ अंदर में बट उसको मूव ऑन तो होना पड़ेगा ना यार. But I'm like that. He's doing everything for him. പിന്നെ ചേട്ടൻ പൊളിയല്ലേ. നമ്മളെല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ചില നല്ലമാരായിട്ടുള്ള ഉണ്ണികളെ കണ്ടിട്ടില്ലേ? പക്ഷെ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. ചെയ്ത അതുപോലൊന്നുമല്ല, അകത്തും പുറത്തും ശരിക്കും നല്ലതായിട്ടുള്ള ഒരു ഉണ്ണി. ഗോഡ്കെ വേണോ? അപ്പൊ ചേട്ടൻ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 7 വയസ്സുള്ളപ്പോഴാണ് അമ്മ ഞങ്ങൾ വിട്ടുപോയത്. ഓ എടോ സോറി, അമ്മയ്ക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ആയിരുന്നു? അല്ല, Okay. ചേട്ടൻ നല്ല ഡ്രിങ്കിങ് ഹാബിറ്റ് ഉണ്ടായിരുന്നു. But at least she is alive now. അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള ലോജിക് ഉണ്ടാവും. പക്ഷെ അമ്മ പോയതിനു ശേഷം ചാച്ചന്റെ പണി നൈസായിട്ടൊന്ന് പാടി. അന്ന് സത്യം പറഞ്ഞ 11 വയസ്സുണ്ടായിരുന്ന ചേട്ടനാണ് എന്റെ കാര്യങ്ങളൊക്കെ നോക്കിയത്. വീട്ടിൽ മൊത്തത്തിലൊരു ബാലൻസ് കൊണ്ടുവന്നു ചേട്ടൻ. ചാച്ച പിന്നെ അന്ന് മുതൽ നല്ല അച്ഛനാവാനുള്ള എഫേർട്ട് എടുക്കുന്ന പണിയിലായിരുന്നു. മൊത്തത്തിൽ ഞങ്ങൾ 3 ആണുങ്ങളായിരുന്നെങ്കിലും വീട് ഹാപ്പി ആയിരുന്നു. പക്ഷെ ചേട്ടൻ പോയതിനു ശേഷം ഒരു സുഖമില്ലെന്ന്. കേന്ദ്ര സർക്കാരിന്റെ ആട് പോലെ കാര്യങ്ങൾ. ഞാൻ പിന്നെ പണ്ട് ഒരു സ്പോയിൽഡ് ബ്രാറ്റായിരുന്നു ചാച്ചൻ. ഒന്ന് കണ്ട് ഇതൊക്കെ ഒന്ന് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ഓണമാകുമായിരിക്കും. എല്ലാം ശരിയാവായിരിക്കും. Sam, do you need a hug? അല്ലെങ്കിൽ സോറി കാര്യമാണോ? ഞാനിപ്പോ എന്തിനാ സ്വാധീനത്തിലുള്ള കരയല്ലേ? എല്ലാം ഓക്കെ ആവുള്ളൂ. പരിപാടി അടിപൊളിയായിരിക്കും. ചേട്ടൻ നാളെ വരും. അപ്പൊ ആൾ ഓക്കെ അല്ലേ? പണ്ടത്തെ മസിലൊന്നും ഇല്ലല്ലോ. ഒരു മോട്ടിവേഷൻ ഇല്ല. ആരെ കാണിക്കാനാ? ഇനിതേട്ടൻ രാവിലെ 8 മണിയുടെ ഫ്ലൈറ്റ്. എനിക്കിവിടെ ഒരു കോളേജ് ഷോ. നീ അല്ലേ ഇവിടെ ഒരു യൂണിവേഴ്സൽ മ്യൂസിക് തെറപ്പിസ്റ്റ് ഇവിടെ ശ്രീമൂലം വെച്ച്. എന്നാ നീ നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എടാ ഒരു ബിരിയാണി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിനക്കുള്ള ബിരിയാണി ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു നീ അവളോട് കൊടുക്കണം. ശരിക്കും വിനീതേട്ടൻ ഫ്ലൈറ്റ് ഇതുവരെ വന്നില്ല. വിനീതേട്ടൻ ലാൻഡ് ചെയ്തു മെസ്സേജ്. അല്ല നിങ്ങളവിടെ ഞങ്ങൾ ഡൊമസ്റ്റിക്കിന്റെ ഫ്രണ്ട് തന്നെ ഉണ്ട്. ഡൊമസ്റ്റിക്കില്ല, ഡൊമസ്റ്റിക്കില്ല, ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഇതിപ്പോ മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. പുള്ളി ഇവിടെ ഡൊമസ്റ്റിക് ഞാൻ ഫ്ലൈറ്റ് പോലും കയറി. ऐसा तो मैंने अभी विनीश श्रीनिवासन को देखा. विनीत रवि के हम लोग विनीत रवि का नाम ആയിക്കോ. ആ സാഗുട്ടി വിനീതേട്ടൻ പിക്ക് ചെയ്തിട്ടുണ്ടല്ലേ? പിക്ക് ചെയ്ത ചേട്ടൻ ഹോട്ടലിൽ Oh. നിങ്ങൾ കോളേജ് പ്രോസസ് ആയിരിക്കും അല്ലേ? അതെ അതെ, ഇത് പ്രൊഫസർ സുഭാഷ് പോൾ. ഞാൻ മണി ഭാഷ. ഓ ഐ തിങ്ക് കുട്ടൻ മുണ്ട വാസ് ഡ്രൈവിംഗ് ദ കാർ. കുട്ടൻ ഏതാ ബ്രാഞ്ച്? മെക്കാനിക്കൽ. മെക്കാനിക്കൽ. ഞാൻ ബ്രേക്കിംഗ് ക്ലച്ചും അണ്ണൻ സുഭാഷ് സാർ കാർബറേറ്ററും ഭാഗവും. ഞങ്ങൾ ഓയിൽ ചേഞ്ച്.
അണ്ണാ ആ ചെറുക്കൻ വരെ നമ്മൾ പുറകെ ഉണ്ട് കേട്ടോ ഉള്ളിൽ. Shit. अरे अरे ഫാൻസ് വന്നിട്ടുണ്ട് ചവിട്ടി വിട്ടു. കുട്ടികൾ ഇറങ്ങി ചെന്നൈയില് अब रियलाइज also നമ്മുടെ സ്റ്റേ എവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അതിവിടെ ഗോവിന്ദ ടൂറിസ്റ്റ് പോകും. AC ആണോ? अरे लग गए इनके വണ്ടി മാറി പോലീസിനെ വിളിക്ക്. ഹലോ പോലീസ് സ്റ്റേഷൻ. ഞാൻ ആക്ടർ ഡയറക്ടർ. പറയൂ സാർ. സാർ എസ് ഐ ആണോ? അതെ, എന്താ സാറിന്റെ പേര്? മണിച്ചൻ. സാർ നല്ല രസികൻ സാർ. പോലീസ് ഡിപ്പാർട്ട്മെന്റ് സാറൊരു അഭിമാനമാണ് സാർ. ഓക്കെ. अरे रे എടോ താൻ എന്താ വിചാരിച്ചത്? ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്യാമോ? ഇവന്റെ കയ്യിൽ പോട്ടെ. ഞാൻ ആരോടറിയോ? കേൾക്കാത്തു. നീ കേറാ. तेरी ഞാൻ കുട്ടൻ തോട്ടക്കുട്ടനെന്ന് പറയും. എന്റെ അവസാനത്തെ തോട്ട കേസ് ഉണ്ടാകുന്ന ഒരു കല്യാണത്തിന് പപ്പടം കിട്ടാൻ അതിന്റെ പേരിലാണ്. അതുപോലെ ഇടയ്ക്ക് വെറുതെ പൊളന്ന് കിഡ്നാപ്പിംഗ് ആണ്. നല്ല സത്യം കാണിക്കാതെ. കേട്ടോ? ഞാൻ സാകുട്ടി ആരോഗ്യത്തിന്റെ കൺവീനറാ. ഷാനിക്ക ബ്രേക്ക് പോയ ട്രക്ക് പോലെ ലെക്കില്ലാതെ വരരുത്. റോട്ടിൽ എഞ്ചിൻ പിടിച്ചിട്ട് മണ്ടന്മാരുടെ ആളിനെ ആഴോ. കേട്ടോ? लगाओ आपको जोर से സാറോടാ ഞാൻ കോളേജിലേക്ക് വരിക. വൈകിട്ട് अब ये कुछ ना कुछ करेगा. अरे गलत आदमी से पंगा ले लिया ये लोगों ने. लोगों ने डायरेक्ट नहीं लेकिन वो शांत था. अगर वो आस-पास वाले उसके फैमिली वाले उसको सुनाते नहीं रहते ना. बहुत पोक कर रहे थे. Yes, so he is like anyways. अभी है ही तो फिर या क्यों दूसरों का मार खाओ. भाई वो रोबोट का सर उखाड़ा है वैसा. They kidnapped the main guest and everything. You're kidnapped. My kid is living in Chennai. That was crazy यार. बट अभी क्या है ना कि अभी इसका भाई भी आ रहा है. He played a smartly. वो बंदी के टाइम Again, से he will do something for his brother. So I want to see what's gonna happen. How will he get from out of there? That's true. Cool. Let's wait for more, guys. Meanwhile, take care. Bye bye.